സൂരജ് ലാമ കേസിൽ വിശദമായ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവ്. DIG റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം. ഇനി കേരളത്തിലെത്തുന്ന ഒരാൾക്കും ഇത്തരം ദുരനുഭവം ഉണ്ടാകരുതെന്നും കോടതി പറഞ്ഞു. അഡ്വക്കേറ്റ് രാജേഷ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. രാജേഷ്, നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് DNA പരിശോധനയൊക്കെ നടന്നതാണ്. അതിനുശേഷം ഇപ്പോൾ വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. വിവരങ്ങൾ. അല്ല, സൂരജ് ലാമ കേസിൽ പോലീസിന്റെ അനാസ്ഥ കൊണ്ട് മാത്രം ഒരു ജീവൻ നഷ്ടപ്പെട്ടു എന്ന ഒരു നിരീക്ഷണത്തിൽ തന്നെയാണ് ഹൈക്കോടതി. അതുകൊണ്ട് തന്നെ ഇതിൽ ആർക്കൊക്കെ വീഴ്ച പറ്റി എന്നുള്ളത് വിശദമായി അന്വേഷിക്കണം എന്നുള്ളതാണ് DIG റാങ്കിലുള്ള മുതിർന്ന ഒരു ഉദ്യോഗസ്ഥന്റെ കീഴിൽ തന്നെ അന്വേഷണം നടത്തണം. അതിനുശേഷം ഹൈക്കോടതിക്ക് അതിന്റെ അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. കാരണം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കിട്ടിയിട്ട് പോലും ഇത്തരത്തിൽ ഒരു തിരോധാനം നടന്നത് ഒരു മനുഷ്യനെ കണ്ടെത്താനായിട്ടുള്ള യാതൊരു അന്വേഷണവും നടത്തിയില്ല. അതിനുശേഷം ഒരു ജീർണിച്ച മൃതദേഹത്തിൽ നിന്നും DNA ടെസ്റ്റ് നടത്തി കണ്ടുപിടിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ട് പോലും ഈ പോലീസിന്റെ ഒരു ദ്രുതഗതിയുള്ള നീക്കം ഉണ്ടായില്ല. ഇത്തരത്തിൽ ഒരാൾക്കും ഒരു അനുഭവം ഒരിക്കലും കേരളത്തിൽ ഉണ്ടാവരുത്. പല സ്ഥലത്തു നിന്ന് ആളുകൾ വരുന്നതാണ്. ഒരുപക്ഷെ വിദേശികളായിരിക്കാം, അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിലായിരിക്കാം. അങ്ങനെയുള്ള ഒരാളെ കാണാതായി എന്നൊരു പരാതി കിട്ടിയാൽ അത്യന്തിരമായി അന്വേഷിച്ച് അതിൽ എന്തെങ്കിലും ഒരു തുമ്പ് കണ്ടുപിടിക്കണം എന്നുള്ളതാണ് പോലീസിന്റെ ജോലി. ആ ജോലി ഉടൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കോടതി വളരെ ഗൗരവപരമായി തന്നെ ഈ കാര്യത്തിൽ ഇടപെട്ടതും കോടതി ഈ നിർദ്ദേശങ്ങൾ എല്ലാം ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പലവട്ടം ഹൈക്കോടതി പോലീസിനെ വിമർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്രിയാത്മകമായ ഒരു നിർദ്ദേശം തന്നെ കോടതി മുന്നിൽ വെച്ചിരിക്കുകയാണ്. വിശദമായ അന്വേഷണം കൃത്യമായ രീതിയിൽ നടത്തി എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുക എന്നുള്ളതിന്റെ ഒരു റിപ്പോർട്ട് ഹൈക്കോടതി നൽകണം. തുടർന്ന് ഇങ്ങനെ ഒരു കാര്യം ഒരിക്കലും കേരളത്തിൽ സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതൽ കൂടിയാണ് കോടതി സ്വീകരിക്കുന്നത്. ശരി, രാജേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.